ഏട്ടാ, കുട്ടികളൊക്കെ എവിടെ ഏട്ടാ? കണ്ണു തുറന്ന് നോക്കിയപ്പോ ഒരെണ്ണത്തിനെയും കാണുന്നില്ലല്ലോ. അവരിന്ന് നേരത്തെ തന്നെ എഴുന്നേറ്റ് ഓടുന്നത് കണ്ടുമായി. എൽസയാണ് എല്ലാത്തിനെയും എഴുന്നേപ്പിച്ച് ഓടിപ്പിച്ചത്. ഏട്ടനിന്ന് പോകാനില്ലേ ഏട്ടാ? അയ്യോ, എന്റെ ഈശ്വരാ, വയ്യാതെയായി ഏട്ടാ. എന്തൊക്കെയോ അസുഖങ്ങളാണ് എപ്പോഴും. ഏട്ടനെ എഴുന്നേറ്റ് മക്കളെയൊക്കെ കുളിപ്പിച്ച് റെഡിയാക്കുമോ ഏട്ടാ? എനിക്കിന്ന് എന്തോ വയ്യായ്കയുണ്ട്. ആ മായേ, നീ അടുക്കളയിലോട്ട് പെട്ടെന്ന് ചെല്ല്. പിള്ളേരെ എല്ലാം കുളിപ്പിച്ച് റെഡിയാക്കാൻ തന്നെ നല്ല പണിയാണ് ഏട്ടാ. ഇനിയും ഇങ്ങനെ കിടക്കാതെ ഞാനേ പെട്ടെന്ന് അങ്ങ് അടുക്കളയിലോട്ട് ചെല്ലട്ടെ. ഇന്ന് നന്നായിട്ട് നേരം വഴുകി. ഓ, ഇനി എന്താകും എന്തോ. എന്റെ കാശിക്കുട്ടനെയും കാണുന്നില്ലല്ലോ. അവനും ഇതെവിടെ പോയി? എടി മായേ, എനിക്കിന്ന് എന്നും ഉണ്ടാക്കുന്നത് പോലത്തെ ഒട്ടും പത്തിരിയും ഒന്നും വേണ്ട കേട്ടോ. തിന്നത് മടുത്തു. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മതി. അല്ലെങ്കിൽ എനിക്കിന്ന് ഒന്നും വേണ്ട. അയ്യോ, ഈ അമ്മ ഇത് എന്തൊക്കെയാ പറയുന്നേ? രാവിലെ ഒട്ടും പത്തിരിയും ഒന്നും അല്ലാതെ പിന്നെ ഞാൻ എന്തുണ്ടാക്കാനാ? ഏട്ടാ, ഏട്ടൻ കേട്ടില്ലേ അമ്മ പറയുന്നേ? അപ്പൊ പുറത്തു നിന്ന് എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരാനാ അമ്മ പറയുന്നേ. ഇപ്പൊ എന്തെങ്കിലും കിട്ടുമോ ഏട്ടാ? അതിനിപ്പോ ആര് പോകുന്നു പുറത്തേക്ക്? ഓ, ഞാൻ ഉറങ്ങി എഴുന്നേറ്റിട്ട് പോലുമില്ല, അപ്പോഴേക്കും തുടങ്ങി. എന്താണമ്മേ രാവിലെ തന്നെ ഇങ്ങനെയൊക്കെ പറയുന്നേ? എല്ലാവരും എന്താണോ കഴിക്കുന്നത് അതല്ലേ കഴിക്കേണ്ടത്. എനിക്ക് അത് വേണ്ട ഇത് വേണ്ട എന്നൊക്കെ എന്താണ് ഇങ്ങനെ പറയുന്നേ? വല്ലാത്തൊരു സ്വഭാവം തന്നെയാണ് ഈ അമ്മയുടെ. ഒന്നും മനസ്സിലാക്കാത്തൊരു സ്വഭാവം. പറഞ്ഞിട്ട് കാര്യമില്ല. അയ്യോ എന്റെ ഈശ്വര, ഒന്നും മിണ്ടാതിരിക്കേണ്ട മായേ. ഞാൻ പോയി നോക്കട്ടെ എന്തെങ്കിലും കിട്ടുമോ എന്ന്. എന്താണ് വേണ്ടത്? ബർഗറോ സാൻഡ്വിച്ചോ അങ്ങനെ എന്തെങ്കിലും ആകും, അല്ലാതെ വേറൊന്നും ഇവിടെ പറ്റില്ലല്ലോ. ഓ, എന്തായാലും ഞാൻ പോയി നോക്കട്ടെ. കിട്ടുവാണെങ്കിൽ കൊണ്ടുവന്ന് തരാം. പിന്നെ ഏട്ടാ, കൊണ്ടുവരുന്ന സമയത്ത് കൊച്ചുങ്ങളെല്ലാം കണ്ടാ പിന്നെ അതേ കഴിക്കൂ. അപ്പോ ഞാനിവിടെ ഒന്നും ഉണ്ടാക്കണ്ടല്ലോ ഏട്ടാ. കാശിക്കുട്ടിനെ അവിടെ കിടന്ന് കളിക്കുകയുമാണ്. അപ്പോ ഏട്ടാ, ഞാനൊന്നും ഉണ്ടാക്കണ്ടല്ലോ. ഏട്ടന് കൊച്ചുങ്ങൾക്കുള്ളതും കൂടി വാങ്ങണേ ഏട്ടാ. അതെനിക്കറിയാലോ മായേ, നീ അത് തന്നെ പറയുമെന്ന്. എടാ, എനിക്ക് വേണ്ടടാ. അവൾ എന്തൊക്കെയാ എന്നെ പറ്റി നേരത്തെ പറഞ്ഞേ? എനിക്കൊന്നും വേണ്ട. ഞാനിവിടെ പട്ടിണി കിടന്ന് ചത്തോളാം. അമ്മയുടെ ഒരു കോമഡി. അമ്മേ, ഏട്ടനെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. വേണ്ടതുപോലെ കഴിക്കും. ബാക്കിയുണ്ടെങ്കിൽ മാത്രം പിള്ളേർക്ക് കൊടുത്താൽ മതി. ഇത് അതിന് മാത്രമൊന്നും ഇല്ലല്ലോ മായേ. എനിക്ക് കഴിക്കാനുള്ളത് തന്നെയല്ലേ ഉള്ളൂ. ഇതിൽ നിന്നും ഞാൻ പിള്ളേർക്ക് കൊടുക്കണോ? ഞാൻ കഴിച്ചു നോക്കട്ടെ. ബാക്കിയുണ്ടെങ്കിൽ എന്തെങ്കിലും ഞാൻ എൻ്റെ റോമക്കുട്ടിക്ക് കൊടുക്കാതെ ഞാൻ കഴിക്കില്ല. എന്തെങ്കിലും തന്നെ കഴിച്ചു നോക്കട്ടെ. റോമ, ദേവ, നിങ്ങളവിടെ നിൽക്ക്. അച്ഛ പറഞ്ഞു